ഗൈസ്, അപ്പം ഞാനും പപ്പയും കൂടെ അമ്മേനെ പിക്ക് ചെയ്യാനായിട്ട് അമ്മേൻ്റെ വീട് വരെ പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ എണ്ണക്കടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടത് പരിപ്പുവട ആയതുകൊണ്ട് ഞാൻ പരിപ്പുവട വാങ്ങിക്കാനാണ് പറഞ്ഞത്. എത്തിയപ്പോൾ തന്നെ മമ്മിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അപ്പം തന്നെ മമ്മി നല്ല ചൂട് ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ചായനോട് വലിയ പ്രിയമല്ലാത്തത് കാരണം ഞാൻ ഈ പരിപ്പുവട മാത്രം കപ്പു കപ്പു എന്നിട്ട് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നാരങ്ങ ഉണ്ടായിരുന്നു, അതും എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. കാരണം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിലേക്ക് പോകണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതുവരെ ഇനോഗ്രേഷന് ശേഷം അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അപ്പോൾ പപ്പ ഒന്ന് ഞങ്ങളെ കൂട്ടി ഒരു ഈവനിങ് ഔട്ട് പോലെ ആക്കാന്ന് കരുതി പോകുന്ന പോക്കാണ് കേട്ടോ. പിന്നെ ഫാമിലിയായിട്ട് പുറത്തു പോകാനൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 3 പേരാണ് ഉണ്ടായത്. എൻ്റെ അനിയൻ വന്നിട്ടില്ല. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ റോഡ് കാണാനും പിന്നെ സൺസെറ്റൊക്കെ കാണാനായിട്ട്. പിന്നെ ഈ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ 4 വർഷമായി ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുള്ള് നമ്മുടെ ഒരു ഗ്രൗണ്ട് തന്നെയായിരുന്നു ഈ ഒരു റോഡ്. 8 ആണെങ്കിലും H ആണെങ്കിലും ഒക്കെ ഇവിടുന്ന് ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വളർന്നു വരുന്ന കുറേ ആൾക്കാർ, പിന്നെ അത് മാത്രമല്ല ലേഡീസ്, അങ്ങനെ കുറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം. കാരണം വർക്കൗട്ട് ചെയ്യാനും അങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാൻ അടിപൊളിയല്ലേ. രാവിലെയും വൈകുന്നേരമൊക്കെ കാണാൻ അടിപൊളിയാണെങ്കിലും ഉച്ചയ്ക്ക് റോഡിൻ്റെ പരിസരത്ത് നമുക്ക് പോകാനായിട്ട് പറ്റൂല കേട്ടോ. 2 വീലറിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കരിഞ്ഞ് പൊരിഞ്ഞു പോവും. അത്രയും വെയിലാണ് കേട്ടോ, അതും ഈ ഒരു സമയത്ത്. തലശ്ശേരിയൊക്കെ എത്തിയപ്പോഴേക്ക് നമ്മൾ കുറച്ച് സമയം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ശുദ്ധവായുവൊക്കെ കൊള്ളാമല്ലോ. അതുമാത്രമല്ല നല്ലൊരു വൈബായിരുന്നു കേട്ടോ. കാമായി നല്ല ക്ലൈമറ്റ് കൂടി ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ പുഴയൊക്കെ കാണാനായിട്ട് എന്തൊരു ഭംഗിയല്ലേ. ഒരു പ്രശ്നമുണ്ട് കേട്ടോ, എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പോകേണ്ട കാര്യം ഓർമ്മയുണ്ടാവില്ല. ഞാൻ അങ്ങനെ ആടി ഉല്ലസിക്കും. ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അമ്മേനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഈവനിങ് വാക്ക് ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പപ്പക്കും പോകാമെന്നുള്ളൊരു പരിപാടിയിലായി കേട്ടോ. അതിനിടയ്ക്ക് എനിക്കൊരു ഇല തീട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കഴിച്ച് മതിലൊക്കെ ചാടി വേഗം തന്നെ കാറിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോവാണ്. പോകുന്ന വഴിക്ക് എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്. വരുമ്പോഴേ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ വഴിയൊക്കെ ഇങ്ങനെ ആയപ്പോഴേക്കും ഒന്നും മനസ്സിലാകുന്നുണ്ടായില്ല. അപ്പോൾ പപ്പ പെട്ടെന്ന് അവിടെ സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്ക് ഏട്ടൻ തന്നെ കോലയിലുള്ളത് കൊണ്ട് ഏട്ടൻ ഓരോരാളെയായിട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് എല്ലാവരെയും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് സംസാരിച്ചു. അവർ സർവീസ് റോഡിലും ഞങ്ങൾ ബൈപ്പാസിൽ നിന്നിട്ട് സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ചായ കുടിച്ചിട്ടില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത്രയും നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയത്തിൻ്റെ വേഗത കണ്ടപ്പോഴേക്ക് ഞങ്ങൾ വേഗം വണ്ടിയിലേക്ക് ചാടി കയറി റിട്ടേൺ പോയി കേട്ടോ. അപ്പോഴേക്ക് തന്നെ 7 മണിയായിട്ടുണ്ട്. 5 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്, 7 മണിയായിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് റിട്ടേൺ പോകാനായിട്ട് വീട്ടിലെത്തുമ്പോഴേക്ക് 8 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈവനിങ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.